നമസ്കാരം. മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ്. സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി, നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത്. എന്നിരുന്നാലും നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. 2017 ഫെബ്രുവരി 17 തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത്. കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത്. പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു. ഈ വേളയിൽ കേസിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരിവാരി തേക്കാമെന്നുമായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ഇപ്പോഴും നടി ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ടി.ജി. മോഹൻദാസ്. കേസിൽ വിധി വരും വരെ ദിലീപ് നിരപരാധിയാണ് എന്നും ദിലീപിനെ കുരിശിലേറ്റാൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിലീപ് കേസിൽ സംഭവിക്കുന്നത് മോബ് ലിഞ്ചിംഗ് ആണ്. ദിലീപിന് അനുകൂലമായിട്ട് ആരും ഒരക്ഷരം മിണ്ടിക്കൂടാ. ദിലീപ് അഭിനയിച്ച സിനിമ നല്ലതാണെന്ന് പോലും പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്നതാണ്. ഒരു നടൻ എന്ന നിലയിൽ ദിലീപിനെ അനുകൂലിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയോ നടന്മാരുടെ പേരിൽ എന്തെല്ലാം കേസുകളുണ്ട്. അവരെയൊക്കെ എന്താണ് ഓഡിറ്റ് ചെയ്യാത്തത്? എന്താണ് ദിലീപിന് മാത്രം പ്രത്യേകത? ഇപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല. ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല. നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാന തത്വം വെച്ചിട്ട് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിക്കുന്നതുവരെ ഒരാൾ നിരപരാധിയാണ്. ഇന്നസെന്റ് ടിൽ പ്രൂവൻ ഗിൽറ്റി എന്നാണ്. ഇനി അതിന്റെ നിയമപരമായ വിലയിരുത്തലുകളിലേക്കൊന്നും പോകേണ്ട. ഒരു കേസ് കേൾക്കുമ്പോൾ നമുക്കതിൽ ചില ന്യായങ്ങൾ തോന്നും. അതനുസരിച്ച് ഞാൻ പറയും പുള്ളി അങ്ങനെ കുഴപ്പക്കാരനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. ഇത് നമ്മുടെ ഒരു വിലയിരുത്തലാണ്. ഇത് വെച്ചിട്ടേ പബ്ലിക്കിനും പെരുമാറാൻ പറ്റുകയുള്ളൂ. അല്ലാതെ കോടതി നടപടികൾ, സാക്ഷിമൊഴികൾ ഒക്കെ വരട്ടെ എന്നിട്ട് ഞാൻ അഭിപ്രായം വരാം എന്നതിനൊന്നും ആൾക്കാർ കാത്തിരിക്കില്ല. സാമാന്യ ജനങ്ങൾക്ക് ഒരു അഭിപ്രായം കൊടുക്കണം. ആ അഭിപ്രായം രണ്ട് വശത്തും ഉണ്ടാകാം. അതിനുവേണ്ടി ചിലപ്പോൾ മനഃപൂർവ്വമായ ശ്രമം നടക്കും. സിനിമാ നടനും നടിയും ആയതിനാൽ രണ്ട് വശത്തും അഭിപ്രായ രൂപീകരണം നടക്കും. അതിൽ തെറ്റെന്താണ്? എനിക്ക് ഈ കേസിന്റെ തുടക്കം മുതൽ തോന്നിയത് ദിലീപ് നിരപരാധിയാണ് എന്നാണ്. ഇത് ഞാൻ ആദ്യമായി പറയുന്നതല്ല. കേസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറയുന്നതാണിത്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ വിനു വി ജോണും വേണു ബാലകൃഷ്ണനും ഒക്കെ വലിയ തെറ്റ് കാണിച്ചു. അവർ നടി ആക്രമിച്ച കേസിന്റെ വാർത്ത വായിക്കുകയാണ്. അവർ ഹാഫ് സ്ക്രീനിൽ ദിലീപ് അഭിനയിച്ച സിനിമകളുടെ വിഷ്വൽ കാണിച്ചു. ഞാൻ എന്റെ പ്രോഗ്രാമിൽ പറഞ്ഞു പച്ച പോക്രിത്തരമാണ് അതെന്ന്. നിങ്ങൾ ഒരു നടൻ എന്ന് പറയുക, എന്നിട്ട് ഹാഫ് സ്ക്രീനിൽ ദിലീപിനെ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക. പല നടന്മാരെയും കാണിച്ചാൽ പോട്ടെ എന്ന് വെക്കാം. ഈ ഒരാളെ മാത്രം കാണിക്കുന്നത് വഴി നിങ്ങൾ അയാളെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നോൺസെൻസ് ആണ് എന്ന് പറഞ്ഞു. ദിലീപിനെതിരെ ഒരു തെളിവുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ നരേറ്റീവിനെതിരെ സംസാരിച്ചു പോയി എന്നതാണ് MA ബേബി ചെയ്ത കുറ്റം. ബേബി ഒരു നിമിഷം ഈ നരേറ്റീവ് മറന്നുപോയി. ആ സിനിമയായി കണ്ട് അതിനെ അഭിനന്ദിച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ബേബി ഇത് എഴുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് വിവേകം വരും. ഈ നരേറ്റീവിന്റെ ഭാഗത്താണല്ലോ ഞാൻ. ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്ന ബോധം വരും. അപ്പോൾ സംവിധായകനെ വിളിച്ച് പറയും നല്ല സിനിമയാണ്, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന്. ആ വിവേകം ഉദിക്കുന്നതിന് മുൻപേ വന്ന സ്വാഭാവിക പ്രതികരണമാണ് ബേബിയിൽ നിന്നും വന്നത്. അതുകൊണ്ടാണ് പുള്ളി എങ്ങും തൊടാതെ വിശദീകരണം നൽകിയത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഉപദ്രവിച്ച് ആ ഗ്രൂപ്പിലേക്ക് ആക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഈ കേസ് തീരരുത് എന്ന് ഈ കേസിലെ വാദിക്ക് ഒരു വാശിയുള്ളതുപോലെ തോന്നിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ കാര്യത്തിലും ഹൈക്കോടതി ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ദിലീപും ചലഞ്ച് ചെയ്യും. കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യേണ്ടി വരും. അങ്ങേരുടെ രക്ഷ അങ്ങേര് നോക്കണ്ടേ? വാസ്തവത്തിൽ ഈ കേസ് തീരാതിരിക്കുന്നത് വാദിയുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ഉടക്കുകൊണ്ടാണ്. അല്ലെങ്കിൽ എപ്പോഴോ തീരേണ്ട ഒരു കേസാണ്. ഈ കേസ് ഇങ്ങനെ നിലനിർത്തി എപ്പോഴും ദിലീപിനെ സംശയത്തിന് നിഴലിൽ നിർത്താൻ സംഘടിതമായ ഒരു ശ്രമം കേരളത്തിൽ പലരും ചെയ്യുന്നുണ്ട്. കാരണം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ദിലീപ് കുറ്റക്കാരനാണെന്ന്. അത് എങ്ങനെ തീരുമാനിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ പേര് പറഞ്ഞാൽ കുറ്റമാണ്. പക്ഷെ അവർ സ്വയം പേര് പറയുകയും വനിതയിൽ അഭിമുഖം കൊടുക്കുകയും മുഖചിത്രമായിട്ട് അവർ വരികയും ചെയ്തു. ഇതെല്ലാം കേരളത്തിൽ നടന്നു. അവരുടെ പേര് ഓർമ്മയില്ലാതെ വയോവൃദ്ധനായ SN സ്വാമി പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇത്ര പ്രശസ്തയായ നടിയായതിനാൽ പേര് പറഞ്ഞു പോകും. എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു ഈ ആക്രമണത്തിന്റെ പേരിൽ. ഈ കേസിൽ ദിലീപിന്റെ ഭാഗം കറക്റ്റായി വാദിക്കുന്ന വക്കീലന്മാരെ ഒരു ചാനലും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. എതിരായിട്ടുള്ള വക്കീലന്മാരെയാണ് എപ്പോഴും വിളിക്കുന്നത്. ഇപ്പുറത്ത് സാധാരണ മനുഷ്യരും. വക്കീലിന് മുൻപിൽ സാധാരണ മനുഷ്യർ തോറ്റുപോകും. അപ്പോൾ ദിലീപ് കുറ്റക്കാരനാകും. ഈ ടെക്നിക്കാണ് ഇപ്പോഴും പ്രയോഗിക്കുന്നത്. ഇതിനകത്ത് വലിയ ഇടപെടൽ നടത്തിയ നടൻ സിദ്ദീഖാണ്. സിദ്ദീഖ് ജയിലിൽ പോയി ദിലീപിനെ കണ്ടു. മനോരമയിലെ ഷാനിക്ക് വലിയ ദേഷ്യം വന്നു. മനോരമ കോൺക്ലേവിൽ സിദ്ദീഖ് വന്നിരുന്നു. അപ്പോൾ ഷാനി പറഞ്ഞു നിങ്ങൾ സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളെ ജയിലിൽ പോയി കണ്ടില്ലേ എന്ന്. സിദ്ദീഖ് തിരിച്ചു ചോദിച്ചു സ്ത്രീ പീഡനത്തിൽ പ്രതിയായ ഒരാളെ നിങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേര് ശശി തരൂർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേർക്ക് എന്താണ് ഒരു കുഴപ്പമില്ലാത്തതെന്ന് ചോദിച്ചു. ഇത്രയും കടുപ്പമുള്ള ഒരു അടി അതും ഷാനി പ്രഭാകരന് കിട്ടി ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ ഓർത്തത് അവർ അത് കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇടുമെന്നാണ്. പക്ഷേ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലും വലിയ ബഹളമാകും എന്ന് കരുതിയാകും അങ്ങനെ ചെയ്യാതിരുന്നത്. ജയിലിൽ പോയി കണ്ടു എന്ന് കുറ്റം സിദ്ദീഖ് മാത്രമല്ല ചെയ്തത്, KPC ലളിതയും പോയി. അവർ പറഞ്ഞു, എനിക്ക് ആ ചെറുക്കനെ അറിയാം, കേസ് എന്തുമായിക്കൊള്ളട്ടെ, അവൻ ജയിലിൽ പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ 5-6 മാങ്ങയും ആപ്പിളും ഒക്കെ വാങ്ങി അവന് കൊണ്ടുകൊടുത്തു. അതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലണമെങ്കിൽ തൂക്കിക്കൊന്നു എന്ന് പറഞ്ഞു. ഇതെന്ത് പണ്ടാരമാണ്? ഒരാൾക്ക് ഒരാളെ പോയി ജയിലിൽ കാണാൻ പാടില്ലേ? അതേസമയം ഇവരൊക്കെ യാക്കൂബ് മേമന് വേണ്ടി വലിയ കാര്യങ്ങൾ പറയും. അതെന്ത് ന്യായമാണ്? ദിലീപിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലണം, വിചാരണ പോലും വേണ്ട, ഇപ്പോൾ തന്നെ തൂക്കിക്കൊള്ളണം എന്നാണ് പറയുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. കേസിന്റെ ഔട്ടകം എന്തുമായിക്കോട്ടെ. അത് നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ച് അദ്ദേഹത്തിന്റെ ഭാവി നശിപ്പിക്കാൻ മാത്രം ഒന്നും പറ്റില്ല. ഏതായാലും ദിലീപിന് ഡയറക്റ്റ് ഇതിൽ പങ്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദിലീപ് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തു, അയാൾ പോയി ചെയ്തു എന്നാണ് കേസ്. കേസിന്റെ ഫാക്ട് എടുത്താൽ തന്നെ ദിലീപിന് നേരിട്ട് പങ്കില്ല എന്ന് വ്യക്തമാകും. അത് കഴിഞ്ഞ് ബാലചന്ദ്രകുമാറിനെ കൊണ്ട് ഗൂഢാലോചന കേസ് കൊണ്ടുവന്നു. എന്തെല്ലാം ചെയ്തു? ആ മനുഷ്യന്റെയും കരിയർ അല്ലേ നഷ്ടപ്പെട്ടത്? കുറച്ചു കഴിയുമ്പോൾ ആൾക്കാർക്ക് സിമ്പതി അദ്ദേഹത്തോട് തോന്നും, സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്റെ ഒരു വിലയിരുത്തലിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേസിൽ 1-ാം പ്രതിയായ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളും വൻ ചർച്ചയ്ക്കാണ് വഴിതെളിയിച്ചത്. നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് 1.5 കോടിയുടെ കൊട്ടേഷനാണെന്ന് സുനി പറയുന്നത്. ഇനി തനിക്ക് 80 ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട്. തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു. എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു. എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയവർ തന്നു. സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ടബലാത്സംഗം ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നു. നടിയെ ബലാത്സംഗം ചെയ്യാൻ 1.5 കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത്. ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു. എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയ്ക്ക് അറിയാം. അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു. ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു. തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന്. അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് നടിയെ മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചതെന്നാണ് പൾസർ സുനി പറഞ്ഞത്.